أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഒരു മാസം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പടച്ചതമ്പുരാന്റെ പ്രീതിയും അനുഗ്രഹവും കരസ്ഥമാക്കുകയും അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തുകയും എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം എന്നാണ് സത്യവിശ്വാസികളോട് റബ്ബ് സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നതും അവന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഒരുക്കത്തോടു കൂടി ഒരുങ്ങുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. അവരാണ് ഇഹലോകവും പരലോകവും കൈപ്പിടിയിൽ ഒതുക്കുന്നവർ. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ റജബ് കഴിഞ്ഞ് ശഅബാനും ഏതാണ്ട് അവസാനിക്കുക. ബർക്കത്തിന്റെ മാസങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പഠിപ്പിച്ച റജബും ശഅബാനും കഴിഞ്ഞ് വബല്ലിഗ്നാ റമദാൻ, പടച്ചവനെ ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ മാസം വെളിപ്പാട് അകലെയാണ്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും പടച്ചവനെ റമദാൻ അതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി, അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി സ്വീകരിക്കാനും അതിലേക്ക് പ്രവേശിക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ദുനിയാവിനോട് ലോകത്തെ ഏറ്റവും കൂടുതൽ വിരക്തി കാണിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, ഒരു പ്രവാചകനാണ്. ഒരു യാത്രക്കാരനെ പോലെ, ഒരു പക്ഷി ഒരു മരത്തിൽ വിശ്രമിക്കുന്നത് പോലെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഭൗതിക ജീവിതത്തിന്റെ നിസാരതയും നശ്വരതയും പഠിപ്പിച്ച പ്രവാചകൻ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന, ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു മാസം റമദാനായിരുന്നു എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു. റമദാന് വന്നാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത ഒരു ആവേശത്തോടെ ആ മാസം സ്വീകരിക്കുകയും ശഅബാനിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ കൂടുതൽ നോമ്പനുഷ്ഠിച്ച് കൂടുതൽ ദിക്റുകളും ഔറാദുകളും ഇബാദത്തുകളുമായി അള്ളാഹുവിലേക്ക് എത്താൻ, മനസ്സിനെ പാകപ്പെടുത്താൻ, റമദാനിനെ സ്വീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാം. നമ്മളും ആ ഒരുക്കത്തിന്റെ ഭാഗമാകണം. റമദാൻ എന്ന് പറയുന്നത് ആവേശത്തോടു കൂടി അതിനെ സ്വീകരിക്കുകയും എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി റമദാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്നത് റമദാനിനോട് നമ്മൾ കാണിക്കുന്ന ഹുർമത്തിന്റെയും ആദരവിന്റെയും ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. 11 മാസത്തെ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ഓട്ടങ്ങൾക്ക് ശേഷം ഒരു മാസം അല്ലാഹു വെച്ചിരിക്കുന്നു ഒന്ന് തിരിഞ്ഞു നോക്കാൻ, കഴിഞ്ഞുപോയ 11 മാസങ്ങളുടെ ഓട്ടത്തെ ഒന്ന് അവലോകനം ചെയ്യാൻ, പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ, കുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്തു കിട്ടാൻ, ചെയ്തുപോയ പാപങ്ങളുടെ കറകൾ മായ്ച്ചു കളയാൻ ഒരവസരം. ഇത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്.
മനുഷ്യരിൽ ആരും തന്നെ അപരാധികളായിക്കൊണ്ട് പരലോകത്തേക്ക് വരരുത്, വിശ്വാസികളെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചതിന്റെ ഭാഗമാണ് 11 മാസം കഴിയുമ്പോൾ ഒരു ഫിൽറ്റർ ചെയ്യാൻ, ഒന്ന് സർവീസ് ചെയ്യാൻ, തന്നെ ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല റമളാൻ എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു മാസം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതിനുള്ളതാണ്. ഭൂമിയിൽ നമ്മൾ മാത്രമല്ല ഒരുങ്ങുന്നത്, ആകാശലോകവും ഒരുങ്ങാൻ. റമളാൻ സമാഗതമായാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അതാക്കും റമളാൻ ഷഹ്റും മുബാറക്, മനുഷ്യരെ നിങ്ങൾക്കിതാ പവിത്രമായ ഒരു മാസം നിഴലിട്ടിരിക്കുന്നു. ഷഹ്റും മുബാറക്, പവിത്രമായ ഒരു മാസം. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമുഹു, ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ ആ മാസത്തിൽ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വതുഗല്ലു ഫീഹി മറദ്ദത്തു ശയാത്തീൻ, പിശാചിനെ ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്യും. ഇത് വിശദാംശങ്ങളോട് കൂടി പറയേണ്ട ഒരു സംഗതിയാണ്. ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയും നരകം അടക്കപ്പെടുകയും പിശാചിനെ ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസം. എന്നിട്ട് പറഞ്ഞു, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പവിത്രമായ ഒരു ദിവസം, ഒരു രാത്രിയുണ്ട് അതില്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആ രാത്രിയുടെ അല്ലെങ്കിൽ ആ മാസത്തിന്റെ പവിത്രത ആരെങ്കിലും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവനെല്ലാം നഷ്ടപ്പെട്ടവന്റെ കൂട്ടത്തിലാണ് ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റമളാൻ സമാഗതമാകുമ്പോൾ ആകാശത്തിൽ നിന്ന് മലായികത്തുകൾ വിളിച്ചു പറയുമെന്നാണ്, യാ ബാഇയൽ ഖൈരി അഖ്ബിൽ വയാ ബാഇയൽ ശർരി അഖ്സർ, നന്മ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങളുടെ മാസം ഇതാ എത്തിയിരിക്കുന്നു. ഷർറ് ചെയ്യുന്ന, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക, നിങ്ങളുടെ മാസമല്ല ഇത്, ഇവിടെ നിങ്ങൾക്കൊരു അവസരവുമില്ല എന്ന് പറയപ്പെടുമെന്നാണ്. അതുകൊണ്ട് റമളാന് വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഒരുങ്ങണം. അതിന്റെ ഭാഗമാണല്ലോ നമ്മുടെ വീടുകളും നമ്മുടെ പള്ളികളും ഒക്കെ വൃത്തിയാക്കുകയും നനച്ചുകുളി എന്ന പേരിലൊക്കെ നമ്മൾ ചില സംഗതികൾ നടത്താറുണ്ട്. അതെല്ലാ അർത്ഥത്തിലും നിലനിർത്തേണ്ട സംഗതികളാണ്. നമ്മൾ അതിനോടൊരു വൈമുഖ്യൊന്നും കാണിക്കേണ്ടതില്ല. നനച്ചുകുളി വീടുകളിൽ നടക്കട്ടെ, പള്ളികൾ വൃത്തിയാവട്ടെ, പെയിന്റോ എന്നെങ്ങനെയാണോ അതിലൊക്കെയും ഞാൻ പറയുന്നത് വീടുകളാണെങ്കിൽ അത് സ്ത്രീകളെ പണിയാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇട്ടുകൊടുക്കേണ്ടതൊന്നുമില്ല. പുരുഷന്മാർക്കും ആ അമല് സ്വാലിഹാത്തിൽ പങ്കെടുക്കാം. ഒന്ന് കഴുകിയെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കൂല, ഒന്ന് ഹെൽപ്പ് ചെയ്തു, ഒന്ന് സഹായിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കൂല. അതൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത് ഹൃദയത്തിൽ തഖ്വയുടെ ഭാഗമാണ്. ആ തുടച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ കൂടി ചവിട്ടി നടന്ന് തന്റെ വീറും വാശിയും ഉങ്കും അഹങ്കാരമൊന്നും കാണിക്കേണ്ടതില്ല. പറ്റൂലെങ്കിൽ മാറി നിൽക്കുകയെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തു കൊടുക്കണം, അവരെ സഹായിക്കണം. കുറെ ദിവസമായിട്ട് ചിലപ്പോൾ വീടുകളിലൊക്കെ കഴുകലും തുടക്കലും മോറലും ഒക്കെ നടക്കുന്നുണ്ടാവും. നമുക്കതിലൊന്നും ഒരു പങ്കുമില്ല. അതൊക്കെ പെണ്ണുങ്ങൾക്ക് നമ്മൾ റിസർവ് ചെയ്ത് കൊടുത്താണ്. അല്ല, എല്ലാത്തിലും നമ്മൾ പങ്കെടുക്കണം. പള്ളികളാണെങ്കിൽ പള്ളികൾ വൃത്തിയാക്കണം. അതൊരു കർമ്മമായി തന്നെ പടച്ചവന്റെ പള്ളി അവന്റെ മലായികത്തുകൾക്ക് വേണ്ടി, അടിയാറുകൾക്ക് വേണ്ടി, റമളാനിന് വേണ്ടി നാം സുഗന്ധപൂരിതമാക്കി വെക്കാണ്. അതൊരു വല്ലാത്തൊരു കർമ്മമാണ്. അതിൽ നമ്മുടേതായ ഒരു ഭാഗതയെ നമ്മൾ നിർവഹിക്കണം. അതൊക്കെ ആരെങ്കിലും ചെയ്തോളൂ. അതിനൊക്കെ സ്ഥിരമായിട്ട് കുറച്ച് ആൾക്കാർ പള്ളിയിലുണ്ട്, അത് അവർക്കുള്ള പണിയാണ്. അല്ല, ഓരോ സത്യവിശ്വാസിയും ഞാൻ പോകുന്ന അല്ലെങ്കിൽ എന്റെ പരിസരങ്ങളിലുള്ള പള്ളിയുടെ അവസ്ഥ എന്താണ്, അവിടെ വൃത്തിയാക്കാനുണ്ടോ, അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് പരിശോധിക്കുകയും ഓരോരുത്തരും അതിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി പറയാണ്. അങ്ങനെ ഒരുങ്ങണം, ശാരീരികമായി ഒരുങ്ങണം, വീടൊരുങ്ങണം, പള്ളി ഒരുങ്ങണം, നാടൊരുങ്ങണം. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മളും ഒരുങ്ങണം. ഏറ്റവും ഹജ്ജിന് പോകുമ്പോഴാണ് പറഞ്ഞത് എന്തുമാത്രം ഒരുക്കം വേണം ഹജ്ജിന്, എന്തുമാത്രം ഒരുക്കം വേണം ഹജ്ജിന്. ആ ഹജ്ജിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ യാത്രാപാതയമൊക്കെ ഒരുക്കണം എന്ന് പറയുന്ന കൂട്ടത്തിലാണ് അള്ള പറഞ്ഞത് ഫതസവ്വദു, യാത്രാപാതയം ഒരുക്കുക. പക്ഷേ ഏറ്റവും വലിയ യാത്രാപാതയം മറന്നു വെച്ചിട്ട് പോകരുത്. മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ പൊടിച്ചു വെക്കും, അരിപ്പൊടിയൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ യാത്രാപാതയം ഇല്ലാതെ റമദാനിലേക്ക് കയറരുത്. ഏറ്റവും വലിയ യാത്രാപാതയം എന്ന് പറയുന്നത് തെക്കുവയാണ്. ആ തെക്കുവയുമായിട്ട് വേണം റമദാനിലേക്ക് കയറാൻ. തൂബാലിമൻ അസ്ലഹ നഫ്സുഹു ഖബ്ല റമദാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗത്തിന് സ്വാഗതം. ആരാണ് അവര്? ലിമൻ അസ്ലഹ നഫ്സുഹു ഖബ്ല റമദാൻ, റമദാനിന് മുമ്പ്
തന്റെ ശരീരം, തന്റെ ഹൃദയത്തെ റമദാനിന് വേണ്ടി പാകപ്പെടുത്തിയ ആളുകളുണ്ടല്ലോ, അവർക്ക് സ്വാഗതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റമദാനും ശവ്വാലും ഒരുപോലെ ആകരുത്. റമദാനും ശവ്വാലും ഒരുപോലെ ആകരുത്. ഒരു മാസം അങ്ങോട്ട് കടന്നുപോയി, ഞാനത് പോയത് പറഞ്ഞില്ല, വന്നത് പറഞ്ഞില്ല. സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, എത്ര പെട്ടെന്നാ പോയത്, എവിടേക്കേ പോയി ഇത് പിടുത്തം കിട്ടിയില്ല, വീടുകളിലൊക്കെ പറയും. അങ്ങനെ ആവരുത്, പിടുത്തം കിട്ടണം. നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം അതിന്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകാൻ. നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം അതിന്റെ ദിവസങ്ങളും ദിനരാത്രങ്ങളും കടന്നു പോകാൻ. മാത്രമല്ല, നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി റമദാനെ സ്വീകരിക്കണം എന്നാ. ഇനിയിപ്പോ ഏതായാലും ഒരു നിർവാഹമില്ല, കടകളൊന്നും തുറക്കൂല, നാട്ടുകാർ കണ്ട പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടല്ല റമദാനിനെയും നോമ്പിനെയും നമ്മൾ സ്വീകരിക്കേണ്ടത്. മൻ ഫരിഹ ബിദുഖൂലി റമദാൻ, റമദാനിന്റെ കടന്നുവരവിൽ ആരെങ്കിലും ഹൃദയം കൊണ്ട് സന്തോഷിച്ചാൽ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ, നരകത്തിന് അവന്റെ ശരീരത്തെ അല്ലാഹു ഹറാമാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റമദാനിന്റെ ഗന്ധം ആസ്വദിക്കാൻ കഴിയണം. വഇന്നീ ലഅജിദു റീഹ റമദാൻ, ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് സഹാബത്ത് പറഞ്ഞിരുന്ന ഒരു വാചകാണ്, വഇന്നീ ലഅജിദു റീഹ റമദാൻ, റമദാനിന്റെ സുഗന്ധം എനിക്ക് ആസ്വദിക്കാൻ കഴിയും. അതെന്ത് സുഗന്ധ? നമ്മൾ ആരെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? ആസ്വദിക്കാൻ കഴിയും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ആ റമദാൻ അങ്ങോട്ട് കടന്നു പോകുന്ന സന്ദർഭത്തില് നമ്മുടെ പ്രായം ചെന്ന ഉമ്മമാരും ഉപ്പല്ലിപ്പമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പറയും, പടച്ചവൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നാളെ പെരുന്നാളാവോ എന്ന് പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ നിൽക്കുമ്പോ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പടച്ചവനെ റമദാന് 30 തികയാൻ നാളെയും കൂടി നീ നോമ്പാക്കണേന്നാ. ഞാനൊക്കെ ചെറുപ്പത്തിൽ വല്യമാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്ത് പറച്ചിലത്, നാളെ എങ്ങാനും പെരുന്നാളായി കിട്ടിയാൽ മതി എന്നാണ്. പക്ഷെ പിന്നീട് കാലം കഴിയുമ്പോ ആ പറച്ചിലിന്റെ ആവേശവും ഈമാനിക അവസ്ഥകളും നമുക്ക് മനസ്സിലാകുമ്പോ ഇന്നീല അജിദു റീഹ റമദാൻ, റമദാനിന്റെ സുഗന്ധം വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത മനസ്സുകളുടെ ഉടമകളായിരുന്നു അവർ എന്നതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിക്കുമ്പോ നമുക്കൊരു ടൈം ടേബിൾ വേണം. എല്ലാ റമദാനിലും നമ്മൾ ടൈം ടേബിൾ ഉണ്ടാവും. പക്ഷെ ശവ്വാല് ആയി ഈ ടൈം ടേബിൾ നോക്കുമ്പോൾ അതിലൊന്നും നടന്നിട്ടുണ്ടാവില്ല. ഖുർആൻ ഇത്ര ഓതും, ഇന്ന സദഖകൾ ചെയ്യും, ഇന്ന അമല സ്വാലിഹാത്തുകൾ ചെയ്യും എന്ന രീതിയിൽ നമ്മൾ എല്ലാ വർഷവും ടൈം ടേബിൾ ഉണ്ടാക്കും, പ്രതിജ്ഞകൾ ചെയ്യും, നമ്മൾ ഇന്നതൊക്കെ ചെയ്യും. പക്ഷെ അതിന്റെ 4-1 പോലും പലപ്പോഴും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാറില്ല. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലായ്പ്പോഴും അല്ലാഹു നമുക്ക് അവസരം നീട്ടിത്തരൂല. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന കുറെ മനുഷ്യന്മാർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. അവരൊക്കെ അടുത്ത റമദാനിലേക്ക് ഞങ്ങൾ ഉണ്ടാകൂല എന്ന് വിചാരിച്ച് ജീവിച്ചവരല്ല. കഴിഞ്ഞ റമദാനിൽ നോമ്പെടുക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ആവേശത്തോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യുകയും ചെയ്ത ഒരുപാട് മനുഷ്യന്മാർ, അവരുടെ കൂട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, സഹോദരന്മാര് സഹോദരിമാരുണ്ട്, ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്. അവരൊക്കെ ഇപ്പൊ കിടക്കുന്നത് ഖബറിന്റെ അടിയിലാണ്. ആ ഒരു അവസ്ഥ നമ്മൾ മുന്നിൽ കാണണം. അടുത്ത 11 മാസം കഴിഞ്ഞ് ഒരു റമദാന് വരുമ്പോ നമ്മൾ എവിടെയാണ് എന്ന് ഒരു നിലക്കും പറയാൻ പറ്റാത്ത അത്രയും നിസ്സഹായരായ മനുഷ്യന്മാരാണ് നമ്മൾ. അതുകൊണ്ട് ഇത് നമ്മുടെ അവസാനത്തെ റമദാനാണ് എന്നങ്ങ് നിയ്യത്ത് ചെയ്തു. അപ്പൊ എല്ലാ അമല സ്വാലിഹാത്തുകളും ചെയ്യാനുള്ള സമയവും നമുക്ക് കിട്ടും. ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ആരാന്നറിയോ? വിശദമായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറി നിന്നിട്ട് പറഞ്ഞു, റഗിമ അൻഫുംറിൻ അദറക റമദാന ഫലം യഗ്ഫിർ ലഹു. റമദാന് വന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം 3 പ്രാവശ്യം പ്രവാചകന് ചൊല്ലിക്കൊടുത്തു. 3 പ്രാവശ്യവും പ്രവാചകൻ ആമീൻ പറഞ്ഞു. അതിലൊന്ന് ഇതാണ്, റമദാന് വന്നു, അദറക റമദാന ഫലം യഗ്ഫിർ ലഹു. റമദാന് വന്നുപോയി, പക്ഷെ അവന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല. ലിസ്റ്റിൽ ഒന്നുപോലും ഡെലിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് അതുപോലെ തന്നെ കെടുക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാളെ നരകത്തിലേക്ക് അയക്കപ്പെടുന്ന സന്ദർഭത്തിൽ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വലഇൻ സഅൽതുഹും, അവരോട് ചോദിക്കപ്പെട്ടാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിലെത്തിയത് എന്ന് ചോദിച്ചാൽ അവരെ മറുപടി ഖുർആൻ പറയുന്നു, ഇന്നാ കുന്നാ നഖൂദു വനൽഅബു, ഞങ്ങളിങ്ങനെ വിനോദത്തിലും കളിയിലൊക്കെ ആയി ഇങ്ങനെ സമയം കളിയായിരുന്നു. റമദാന് ഞങ്ങൾ നോമ്പൊക്കെ എടുത്തിരുന്നു, പക്ഷേ നേരം പോകാൻ വേണ്ടി ഞങ്ങൾ ഫുൾ ടൈം മൊബൈലിലായിരുന്നു, അല്ലെങ്കിൽ വേറെ കുറെ ലഘുവുകളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹ് ചോദിക്കുകയാണ്, മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹനെയും അവന്റെ റസൂലിനെയും അവന്റെ ആയത്തുകളെയുമാണോ മനുഷ്യന്മാരെ നിങ്ങൾ പരിഹാസ്യമാക്കിയത്? അത്ര ധൈര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാ ചോദ്യത്തിന്റെ അർത്ഥം. അള്ളാഹിനെ പരിഹസിക്കാൻ മാത്രം, അള്ളാഹിന്റെ റസൂലിനെ പരിഹസിക്കാൻ മാത്രം, അവന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പരിഹസിക്കാൻ മാത്രം ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി
എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. റമള എന്ന പദത്തിന്റെ അർത്ഥം കരിച്ചു കളയുക എന്നുള്ളതാണ്. കരിച്ചു കളയണം പലതും, അവിടെ ഇനിയും ബാക്കിയുണ്ടാകരുത്. കരിച്ചു കളയുക അല്ലെങ്കിൽ വിട്ടു നിൽക്കുക, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചെയ്തു പോയ പാപങ്ങളെ കരിച്ചു കളയണം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സർവീസ് സ്റ്റേഷനാണ്. ആ സർവീസ് സ്റ്റേഷനിൽ കൃത്യമായ പണി നടക്കണം, പ്യൂരിഫൈ ചെയ്യണം. മനുഷ്യന്റെ ആത്മാവിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ എടുത്ത് പുറത്തേക്കിടണം. ഇസ്തിഗ്ഫാർ കൊണ്ട്, തൗബ കൊണ്ട് കഴുകിക്കളയണം നമ്മുടെ പാപങ്ങളെ. അതുമായി പരലോകത്തേക്ക് പോകരുത് എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹ് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മാസം നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കണം, തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന്, ഇച്ഛകളിൽ നിന്ന്. അതാണ് റമള. കരിച്ചു കളയുകയാണ്, പിടിച്ചു നിർത്തുകയാണ്, വിലങ്ങ് വെക്കുകയാണ്. മോശമായ വാക്കുകൾ, പ്രവൃത്തികള്, തെറ്റുകള്, കുറ്റങ്ങളൊന്നും തിരുത്താൻ തയ്യാറല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിക്കാതിരിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യണ്ട. അതും കൂടിയാണ് ചെയ്തോ, ഒരു പ്രതിഫലവും കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാ പഠിപ്പിക്കുന്നത്. മറ്റൊരുക്കെ പറഞ്ഞു, കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ്. എത്ര നോമ്പുകാരാണ്, അവരെ നോമ്പിൽ നിന്ന് ദാഹവും വിശപ്പുമല്ലാതെ ഒന്നും ബാക്കിയാവുന്നില്ല. അതുകൊണ്ട് റമളാൻ വരാൻ എളുപ്പമാണ്, പക്ഷെ അത് കിട്ടാൻ പണിയാണ്. റമളാനിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മാസത്തെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ആത്മനിർവൃതിയോടുകൂടി ശവ്വാലിലേക്ക് നമുക്ക് കയറാൻ കഴിയണം. അള്ളാഹുവിന്റെ, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹിന്റെ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റമളാൻ. ഒരു മനുഷ്യനും അവന്റെ അടിമകള് നരകത്തിലുണ്ടാകരുത്. സ്വർഗത്തെ കുറിച്ചാണല്ലോ ഖുർആൻ വാചാലമാകുന്നത്. നരകത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അള്ള പറയുന്ന, പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു വാചകം, ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. എന്നാലും അള്ള അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യവാനാണ്. സ്വർഗത്തെ പറ്റി പറയുമ്പോ എന്തൊരു ആവേശത്തോടു കൂടിയാണ് ഖുർആൻ അതിന്റെ വചനങ്ങൾ പറയുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർള്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് അല്ലയോ മനുഷ്യന്മാരെ നിങ്ങൾ ത്വരിതഗമനം നടത്തുക, ധൃതി പിടിച്ചു പോവുക. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖികളായ ആളുകൾക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് റമളാന് കഴിഞ്ഞാലും നരകത്തിന്റെ ആളുകളായി നമ്മൾ ഉണ്ടാകരുത്. അതാ നേരത്തെ പറഞ്ഞത്, ഫുത്തിഹത്ത് അബ്വാബു സമാ, ആകാശത്തിന്റെ വാതില്, സ്വർഗത്തിന്റെ വാതില് തുറക്കും, നരകത്തിന്റെ വാതിൽ അടക്കുമെന്ന് പറഞ്ഞാൽ ആ മാസത്തിലും നരകത്തിന്റെ വാതിലിൽ പോയി മുട്ടുന്നവരുണ്ടാകരുത്. ആ കൂട്ടത്തിൽ നാം പിശാചിനെ ബന്ധനസ്ഥനാക്കുമെന്ന് പറഞ്ഞാൽ പിശാചിന്റെ കൂട്ടാളിയാവാൻ ഒരാളും ആ മാസത്തിൽ ഉണ്ടാകൂല. കെട്ടിയിടപ്പെട്ടവനെ പോലെയാകും, അവൻ ഒരു പങ്കാളിയില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ഒരു മാസം ഇതാ വരുന്നു. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഒരു നിരാശയും നിങ്ങളെ ബാധിക്കരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഇന്നഹു വൽ ഗഫൂറുർ റഹീം, അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരുങ്ങണം, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരുക്കം. ആ ഒരുക്കങ്ങളെ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിനെ ശുദ്ധീകരിക്കണം. കദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സിനെ മലിനമാക്കിയ പെട്ടുപോയി. ഒന്ന് പ്യൂരിഫൈ ചെയ്യണം. എന്ത് ചെയ്യണോ അതൊക്കെ ചെയ്തുകൊണ്ട് ഞാനൊന്ന് എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു വെക്കണം. രണ്ടാമത്തത്, എന്റെ ഡിവൈസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. എന്റെ കയ്യിൽ ഒരുപാട് ഡിവൈസുകളുണ്ട്. ആധുനിക കാലഘട്ടത്തിന്റെ മൊബൈലുണ്ട്, ഐപാഡ് ഉണ്ട്, ടാബ് ഉണ്ട്, ഇനി എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിനൊക്കെ ഒരു നിയന്ത്രണവും നിയമവും ഞാൻ കൊണ്ടുവരണം. അല്ലെങ്കിൽ അത് മതി എന്നെ നരകത്തിലേക്ക് എത്തിക്കാൻ. സമയം കളയാൻ രാവിലെ നോമ്പ് എടുത്ത് നേരം പോണില്ല, എന്നാ പിന്നെ ഇതിന് എടുക്കാം. അത് എടുത്തിട്ട് കാണുന്നത് മുഴുവൻ പിശാചിനെ കെട്ടിയിടപ്പെട്ടതല്ല, ആ പിശാചിനെ കെട്ടിയിടപ്പെട്ട ചങ്ങലയെ അഴിച്ചുവിടുന്ന പണിയാണ്. അത് ചെയ്തുകൊണ്ട് പണി നോമ്പാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അതനുസരിച്ചുള്ള പ്രവർത്തനം ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല നോമ്പുകൊണ്ട്. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക, ഡിവൈസുകളെ നിയന്ത്രിക്കുക, വാക്കുകളെ നിയന്ത്രിക്കുക, പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുക. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, വീട്ടിലേക്കൊക്കെ ആളുകള് അല്ലെങ്കിൽ വാപ്പാന്റെ അടുത്തേക്കൊക്കെ പോകുമ്പോ ഉമ്മ കുട്ടികളോട് പറയും, മോനെ വാപ്പാന്റെ അടുത്തേക്ക് പോകണ്ട, വാപ്പാക്ക് നോമ്പ് മൂത്തുകണ്. അങ്ങനെ മൂക്കണ പരിപാടി ഒന്നുമില്ല നോമ്പിന്. നോമ്പുകാരൻ ഏറ്റവും ആർദ്രതയുള്ളവനാ.
നോമ്പുകാരൻ ഏറ്റവും സ്നേഹമുള്ളവനാണ്. ആ നോമ്പ് ആ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണമെന്ന് മാത്രം. അതുകൊണ്ട് വാക്കുകളെ നിയന്ത്രിക്കുക, പ്രവർത്തികളെ നിയന്ത്രിക്കുക, കർമ്മങ്ങളെ നിയന്ത്രിക്കുക. അതിലേറെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗിക്കണം. ഒരാളോടും പിണങ്ങിയിട്ട് തെറ്റിയിട്ട് റമദാനിലേക്ക് പ്രവേശിക്കരുത്. ഒരു ബർക്കത്തുണ്ടാവില്ല. മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ, സഹോദര സഹോദരിമാര് തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ, നാട്ടുകാരുമായി ഇണങ്ങാതെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, കൂട്ടുകാരുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, ഭാര്യാഭർത്ത് ബന്ധത്തിൽ എന്തെങ്കിലും ശരിപ്പെടുത്താനുണ്ടെങ്കിൽ ഇത് അതിനുള്ള അവസരമാണ്. ഒരുങ്ങണം മനുഷ്യരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആകാശം ഒരുങ്ങിയിരിക്കുന്നു, ഭൂമി ഒരുങ്ങിയിരിക്കുന്നു, മലായികത്തുകൾ ഒരുങ്ങിയിരിക്കുന്നു, നിങ്ങൾ മാത്രം കയ്യും കെട്ടി നോക്കി നിൽക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ കടങ്ങള് കൊടുത്തുവിട്ടാവുന്ന കടങ്ങളൊക്കെ കൊടുത്തുവിട്ടി റമദാനിലേക്ക് കാരണം പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകും. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകും. അത് വേറൊരു വിഷയമാണ്, മറ്റൊരു സന്ദർഭത്തിൽ പറയേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പേടിക്കേണ്ട ഒരു സംഗതിയാണ് കടം. ആവശ്യത്തിനും അനാവശ്യത്തിനും ലോണും ലോണിന്റെ ലോണും കടവും കടത്തിന്റെ മേൽ കടവുമായി ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന ആധുനിക കാലത്തെ മനുഷ്യരുടെ കൂട്ടത്തിലാണ് വിശ്വാസികളും ജീവിക്കുന്നത് എന്നത് ഗൗരവത്തോടെ കാണേണ്ടതാണ്. അതുകൊണ്ട് വീട്ടാവുന്ന കടങ്ങളൊക്കെ വീട്ടുക, അല്ലാത്തവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തുക. എനിക്ക് നിങ്ങൾ കുറച്ചുകൂടി അവസരം നീട്ടിത്തരണം. ദാനധർമ്മങ്ങൾ കൂടുതൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റടിച്ചു വീശുന്നത് പോലെ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു. റമദാന് സമാഗതമായായിരുന്ന ഏതാണ് ഈ റസൂല്? കാറ്റടിച്ച് വീശാൻ മാത്രം പ്രവാചകന്റെ കയ്യിൽ എന്താണുള്ളത്? മാഷബി ആലി മുഹമ്മദിൻ യൗമൈനി മുത്തതാബിയൈനി അത്താ ഫാറഖത് ദുനിയ. ദുനിയാവിന്ന് വിട്ടുപിരിഞ്ഞു പോണത് വരെ അള്ളാന്റെ റസൂലും റസൂലിന്റെ കുടുംബവും 2 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ചരിത്രം പറഞ്ഞതാ. ആ പ്രവാചകൻ റമദാന് വന്നാൽ കാറ്റടിച്ച് വീശുന്നത് പോലെ ദാനധർമ്മം ചെയ്യും. അതൊരു മനസ്സിനെ പഠിപ്പിക്കാം. അതൊരു മനസ്സിനെയാണ് പഠിപ്പിക്കുന്നത്. എന്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതല്ല, എനിക്ക് കൊടുക്കണം, എനിക്ക് ചെയ്യണം, എനിക്കും വേണം അതിന്റെ പുണ്യങ്ങൾ എന്ന ഒരു വാശിയുടെ, ഒരു നിർബന്ധത്തിന്റെ താല്പര്യമാണ് ഈ ദാനധർമ്മങ്ങളുടെ വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ വരും നാളുകളിൽ നമ്മൾ പറയും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരുങ്ങുക, മനസ്സുകൊണ്ടൊരുങ്ങുക, ശരീരം കൊണ്ടൊരുങ്ങുക, വീടുകൾ ഒരുക്കുക, പള്ളികൾ ഒരുക്കുക, പരിസരങ്ങൾ ഒരുക്കുക. അതോടൊപ്പം തഖ്വയുടെ പാതയുമായി റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, പടച്ചവനെ നീ ഞങ്ങൾ റമദാനിലേക്ക് എത്തിക്കണം എന്ന പ്രാർത്ഥന നിരന്തരമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.